ഓക്കെ ഹലോ ഗൈസ്, മോർണിംഗ്. അപ്പം ഞങ്ങളിന്ന് അതാണ്. സോ പാക്ക് മേടിച്ചു. അയ്യോ അയ്യോ നമ്മൾ ഇവിടെ ഒരു യെല്ലോ കാർ അടിയുണ്ട്. യെല്ലോ കാർ കണ്ടു കഴിഞ്ഞാൽ അപ്പം അടിക്കും. ഈ പുള്ളിക്കാരിയുടെ ഗെയിമാണ്. യെല്ലോ കാർ കണ്ട് അടിക്കുക. നിനക്കല്ല ഒന്നുമില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഇന്ന് മോർണിംഗ് വി ആർ ഹെഡിങ് ടുവേർഡ്സ് എമറാൾഡ് പൂൾ. അത് നല്ല ഭംഗിയുള്ള പൂളാണ്. പിന്നെ ഹോട്ട് സ്പ്രിംഗ്, നാച്ചുറൽ ഹോട്ട് സ്പ്രിംഗ് ആണ്. എമറാൾഡ് പോലെ. അപ്പം ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ടൈഗർ കേവിലേക്ക് പോകുന്നതായിരിക്കും. ടൈഗർ കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി അറൗണ്ട് 1296 സ്റ്റെപ്സ് ഉണ്ട്. മോർണിംഗ് പോയിട്ട് അവിടെ ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈഗർ ബേസിട്ടുള്ള ടെമ്പിളും കാര്യങ്ങളും. അപ്പം അതിലേക്ക് പോവുകയാണ്. അപ്പം ഓൾറെഡി എൻ്റെ വൈഫ് പറഞ്ഞു സ്കിപ്പിങ് ഇറ്റ് ബിക്കോസ് നടക്കുന്ന കാര്യമല്ല, എല്ലാവരെയും കൊണ്ട് നടക്കുന്ന കാര്യമില്ല. അപ്പം നമ്മൾ കുറച്ച് പേര് പോകുന്നതായിരിക്കും. അപ്പം എത്രത്തോളം പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നോക്കാം, പഞ്ചുണ്ടോ എന്ന് നോക്കാം. അപ്പം അതിനുശേഷം അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ അത്യാവശ്യം നല്ലോണം എല്ലാ കടകളും കയറി ഇറങ്ങി. നമ്മുടെ ക്രാബിൻ്റെ ഒറ്റ സ്ട്രെച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് ഞങ്ങളുടെ ഹോട്ടൽ വെച്ചേക്കുന്നത്. സോ അവിടെ നിന്ന് നടന്ന് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്, വേർത്ത് പൊളിച്ചു. ബട്ട് സ്റ്റിൽ ഇന്നലെ രാത്രി ഞങ്ങൾ ലേറ്റായിട്ട് ഇറങ്ങി ഡിന്നറിന് ശേഷം ഞങ്ങൾ സെർച്ച് ചെയ്തു. അപ്പോൾ ഒരു ലേഡിയെ കണ്ടുമുട്ടിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി റീസണബിൾ പ്രൈസ് വാങ്ങും. അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ബുക്ക് ചെയ്തു. ഇന്ന് രാവിലെ പോയി കൺഫർമേഷൻ കൊടുത്തു. അപ്പം തന്നെ വണ്ടി വന്നു, ഞങ്ങളുടെ ഹോട്ടലിൽ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു. ഓക്കെ, നോക്കാം എങ്ങനെയാണെന്ന്. അപ്പം നല്ല വൃത്തിയുള്ള, നല്ല ഭംഗിയുള്ള അടിപൊളി വണ്ടി ഞങ്ങൾക്ക് മാത്രമായിട്ട് പ്രൈവറ്റ് വണ്ടി തന്നു. പ്രൈവറ്റ് വണ്ടീസാണ് ഐ വുഡ് റെക്കമെൻഡ്. ബിക്കോസ് ഇപ്പോൾ ഒരു 5 പേര് ഒരു ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പ്രൈവറ്റ് വെഹിക്കിൾസ് എടുക്കുന്നതാണ്. ജോയിനായിട്ട് പോവുകയാണെങ്കിൽ ഒരു 200-300 ഭാഗത്ത് കുറയുമായിരിക്കും. പക്ഷേ ഐ വുഡ് റെക്കമെൻഡ് പ്രൈവറ്റ് എടുക്കുന്നത് തന്നെയാണ്. അതാകുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് വണ്ടി നിൽക്കും. മറ്റുള്ളവരുടെ ഇതും കൂടെ നോക്കിയിട്ട് നമുക്ക് മൂവ് ചെയ്യേണ്ടി വരും ജോയിൻ ആയതാണെങ്കിൽ. അപ്പം ഇതിപ്പം നല്ല വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാവരും നല്ല പങ്ക്ച്വൽ എന്നുള്ളതാണ് അത് മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പങ്ക്ച്വാലിറ്റി ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യൻസ് ഇവിടെ അത് വേറൊരു കാര്യം. നമ്മൾ പല കടകളിലും പോകുമ്പം ഇന്ത്യൻസിനോട് അവരുടെ അപ്രോച്ച് കുറച്ച് ഡിഫറെൻ്റാണ്. നമ്മളെങ്ങനെ പെരുമാറുന്നു കണ്ടിട്ടാണ് അവൻ്റെ ഇത്. അപ്പം അറിയാം നമ്മുടെ കുഴപ്പം തന്നെയാണ്. ബട്ട് എല്ലാവരും അല്ല, ബട്ട് വി ഹാവ് അവർ ഓൺ വേസ് ഓഫ് ഡീലിംഗ് വിത്ത് പീപ്പിൾ. സോ അങ്ങനെയൊന്നും. അപ്പം നമ്മുടെ ട്രിപ്പിന് ശേഷം ബാക്കി റിവ്യൂസും കാര്യങ്ങളും പറയുന്നതായിരിക്കും. ഇനി നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് എമറാൾഡ് പൂളിൽ വെച്ചായിരിക്കും. അവിടെ എൻട്രി ഫീ ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ പാക്കേജിൻ്റെ അകത്ത് വരുന്നുണ്ട്. 1400 ബാത്ത് per person എന്നാണ്. അപ്പം അത് കുഴപ്പമില്ല, നല്ല റീസണബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എൻട്രൻസ് ഫീസ് തന്നെ അറൗണ്ട് 300-400 വരുന്നുണ്ട് ഓരോ സ്ഥലത്ത്. പിന്നെ നാഷണൽ പാർക്കുണ്ട്. അപ്പം ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ടൈഗർ എന്നൊക്കെ പറയുന്ന നാഷണൽ പാർക്കിൻ്റെ ഭാഗത്തുണ്ട്. നോക്കാം എങ്ങനെയാണ്. അപ്പോൾ അതിനുശേഷം we will meet in Emerald Pool. Show ticket lunch 5%. Sure. Yeah, you can put. Sure. So we just need to show this card. Show later on. Fine. അപ്പോൾ കാഴ്ച നമ്മൾ എമറാൾഡ് പൂളെത്തി. ഇവിടെയുള്ള വണ്ടികളെല്ലാം ഹെവിയാണ് കേട്ടോ. ഇവിടെയുള്ള വണ്ടികളെല്ലാം അടിപൊളിയാണ് കേട്ടോ. ഇത് കണ്ടോ, എല്ലാം ടൊയോട്ട, മിക്കതും ടൊയോട്ട. മിത്സുബിഷി ഉണ്ട്, ടൊയോട്ടയാണ് മാക്സിമം ഇവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. എന്ത് വലിയ വണ്ടികളാണ്. ഇവിടുത്തെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ വലിയ ഹമ്പുകളൊന്നും ഇവിടെ പണിതിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നല്ല അടിപൊളി വണ്ടി, ഒന്നും പറയാനില്ല. ഇതേപോലത്തെ വണ്ടികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നമ്മൾ എമറാൾഡ് പൂളെത്തി. ഇനി നമുക്ക് ഇങ്ങോട്ടാ ഈ അവർ പറഞ്ഞേക്കുന്നത് 2 മണിക്കൂർ സമയം ഇവിടെ എമറാൾഡ് പൂളിൽ ചിലവഴിക്കാം. അതിനുശേഷം ഒരു പർട്ടിക്കുലർ കാർഡ് തന്നിട്ടുണ്ട്. സോ വി വിൽ ഹാവ് അവർ ലഞ്ച് ഫ്രം ഹിയർ. ഈ ലഞ്ചും കവേർഡ് എന്നാണ് അവർ പറയുന്നത്. അപ്പം അത് പേടിക്കേണ്ട ആവശ്യമില്ല. നേരെ ഇവിടെ വന്ന് ലഞ്ച് കഴിക്കുക. അതിനുശേഷം നമ്മൾ ഹോട്ട് സ്പ്രിങ്ങിലേക്ക് പോകും. അപ്പം അങ്ങനെ ഇരിക്കുന്നു. ഇത് മൊത്തം ആക്ച്വലി ഇതൊരു കാർഡാണ്. കാർഡിൻ്റെ അകത്തേക്ക് ഒരു ചെറിയൊരു സെറ്റിൽമെൻറ്റ്. അപ്പം ഡെഫിനറ്റ്ലി ഇത് ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ, കൊമേഴ്ഷ്യലൈസ്ഡ് ആണ്. സോ ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് പോകണം.
ഓ ഇവിടെ ഗേറ്റ് വെച്ചിട്ടുണ്ട്, എൻട്രി ഫീയുടെ ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ താഴേക്ക് പോയി എമറാൾഡ് പൂളിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, ശരി എന്നാൽ. ഞാൻ ക്ലാസ് എടുത്തില്ല. Five. Open back. Open back. No inside, no food. No food. Only water. Okay. സോ വെള്ളം മാത്രമേ ഇവിടെ കയറ്റൂ, ഫുഡ് ഐറ്റംസ് കിട്ടത്തില്ല. അതൊരു വിധത്തിൽ നല്ലതാണ്. പാക്കറ്റ്സും കാര്യങ്ങളും ഒന്ന് അവോയ്ഡ് ചെയ്യാം, പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യാം. വാ കാണണം കേട്ടോ ഇവിടെ നിന്ന്. അപ്പം ഓ അടിപൊളി. നൈസ്. യെസ് ഇറ്റ് ഈസ് ഗുഡ്. എമറാൾഡ് പൂൾ കേട്ടോ, പച്ചക്കളം. Yes. Number 8. Yes. Toilet inside. Toilet. No. Okay. Emerald pool. That's a pool. Can swimming. That's a pool. Okay. Take photo only. Oh yes. Pool. Sure. Toilet all inside there. Visitor center. Okay. You can. Fine. Thank you. I wait later on. Oh sure. 110. 110. Yeah. Yeah, you can because have two way. Short way and long way. Okay. Same. Okay. You can 800 meter. Better is this one. Yeah, you can come sure. back here. And then come back there. Okay. Fine. Can I take a photo? Huh? Photo. 10. എടാ കൊച്ചേ വെയിറ്റ് ചെയ്യ്, ഒരു ഫോട്ടോ. I'm in a different world. അയ്യോ എന്ത് ഭംഗിയാന്ന് നോക്കി, അടിപൊളി, ഒന്നും പറയാം. കൊച്ചേടാ, ഐ തിങ്ക് വി ഹാവ് ടു ടേക്ക് എ ഫോട്ടോ ഫ്രം ഹിയർ. ഇല്ലേ, ഫോട്ടോ എടുക്കണ്ട? അല്ലെങ്കിൽ അവിടെ നിന്നോ, അങ്ങനെ എടുക്കാം നമുക്ക്. അവിടെ നിന്നോ. പേടിപ്പിച്ച് കൊല്ലും. സംശയം. ഓക്കെ, നമ്മളിങ്ങനെ നടന്ന് 1 കിലോമീറ്റർ നടക്കണം, 1000 മീറ്റേഴ്സ്. അതിലിപ്പം ഓൾമോസ്റ്റ് 500 മീറ്റേഴ്സ് കവർ ചെയ്തു. ഇനി 500 മീറ്റേഴ്സ് ഇസ് ലെഫ്റ്റ്. നമ്മുടെ പിള്ളേരൊക്കെ നല്ല ഉഷാറാണ്. സോ എക്സൈറ്റഡ് and happy to reach the Emerald Pool. ഇതിപ്പം നമ്മളിപ്പോൾ കാണുന്ന ഫുള്ള് ഗ്രീനാണ്. ഒരു സ്പോട്ടിൽ നമ്മൾ ബ്ലൂ ആണ്, ബ്ലൂ വാട്ടേഴ്സ്. നാച്ചുറൽ ഫിനോമിന എൻജോയ് ചെയ്യാം. ಎಮರಾಲ್ಡ್ ಪೂಲ್ ಅಂತ ಹೇಳಿದ್ದೆ. ಇಲ್ಲ, ಅದು ನಾವು ಕಾಡು ನಡುವಲ್ಲಿ ನಡೆಯುತ್ತೆ ನೋಡಿ. ನನ್ನ ಕೈಯಲ್ಲಿ ഓ, അവർ വിളിച്ചോണ്ട് പോകുന്നതാണോ? ഞാൻ വിചാരിച്ചു അവർ പേടിച്ച് പോകുന്നതാണ്. നവീദ്, hey bro. I don't want to say this, but you are missing it, man. ಯೂಟ್ಯೂಬರ್. YouTuber, yeah.
എന്ന് ഇതൊക്കെ ഞാൻ ലോഡ് ചെയ്യൂ ആസ് യൂഷ്വൽ. Shining out middle finger towards the side. You are so elder than all of us are already. So I think the already will എത്തിപ്പോയി. ഇനി എത്ര സ്ട്രാക്വെയിൻ അങ്ങോട്ട്, എമറാൾഡ് പൂൾ ഇങ്ങോട്ട്. ഓക്കെ, നമുക്ക് പോകേണ്ടത് എമറാൾഡ് പൂളല്ലേ. അപ്പോൾ എമറാൾഡ് പൂൾ പിടിക്കാം. ഇത് നമ്മുടെ ചില ഹോളിവുഡ് മൂവീസിൽ കാണുന്ന പോലെ വഴിതെറ്റി ഏതെങ്കിലും സോംബിയുടെയോ അല്ലെങ്കിൽ എന്താ പറയുക സീരിയൽ കില്ലേഴ്സിൻ്റെയൊക്കെ മുമ്പിൽ എത്തിപ്പെടുന്ന ഒരു ഹൊറർ ഫീലാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഇത് ക്ലോസ് ചെയ്യുന്നത് 4 മണിക്കെന്തോണം, 3 മണി ടു 4 മണിക്കുള്ളിൽ ഇവിടെ ക്ലോസ് ആവും. ഏറ്റവും രസം എന്ത് സൈലൻ്റായിട്ട് ഒഴുകുന്നു. ഇതൊരു ചെറിയ ശബ്ദം. അതുകൊണ്ട് അത് GoPro ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ടോയെന്ന്. പക്ഷേ ഈ നമ്മുടെ ചില മ്യൂസിക് വീഡിയോസ് ഉണ്ടല്ലോ, നേച്ചറിൻ്റെ മ്യൂസിക് വീഡിയോസ് ഇടുമ്പോഴത്തേക്കും ആ സൗണ്ടില്ലേ, അതാണ് ഇപ്പോൾ അവിടെ കിട്ടിയത്. നിങ്ങൾ ലൈഫ് ടൈമിൽ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ബിക്കോസ് ഇതൊന്നും മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ചിലർ പറയും നാട്ടിൽ ഇതിനേക്കാളും ഭംഗിയുള്ള പൂൾസൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നാച്ചുറൽ ഇതുണ്ടല്ലോ, എന്തിനാ അങ്ങ് ഫ്ലൈറ്റും കയറി പിടിച്ച് പോകുന്നതെന്ന്. പക്ഷേ അത് വേറെ ഇത് വേറെ എന്ന് പറയണം. അത് നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവും. അത് നമ്മൾ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അയ്യോ, ആൾക്കാർ പോയി, ഞാൻ അവരുടെ കൂടെ പോട്ടെ. ദേ കളർ ചേഞ്ച് ആയി തുടങ്ങി. ഹാവ് യു നോട്ടീസ്ഡ്? ദേ ഗ്രീൻ കളർ ചേഞ്ച് ആയി തുടങ്ങി ചെറുതായിട്ട്. കൊച്ചേ, ദേ ഇത് ലൈറ്റ് ഗ്രീൻ ആയി മാറുന്നുണ്ട് ഇപ്പോൾ. നമ്മുടെ എമറാൾഡ് പൂൾ, ബ്ലൂ പൂളിലേക്ക് കിടക്കുക നമ്മൾ. അത് കണ്ടോ, മെൻഷൻ ചെയ്തേക്കുന്നുണ്ടോ? എമറാൾഡ് പൂൾ, ബ്ലൂ പൂൾ. എമറാൾഡ് പൂൾ 100 മീറ്റേഴ്സ്, പിന്നെ അതിനുശേഷം ബ്ലൂ പൂൾ വരുന്നു. അപ്പം ആ ഡാർക്ക് ഗ്രീൻ ആയത് ഇപ്പം ലൈറ്റ് ഗ്രീൻ ആയിട്ടുണ്ട്. ലൈറ്റ് ഗ്രീൻ ആയത് ബ്ലൂ ആയിട്ട് മാറും. ഇതൊക്കെ മാൻമെയ്ഡ് അല്ല, നാച്ചുറൽ ഫിനോമിനയാണ്. ഇതാണ് സംഭവം. വണ്ടേഴ്സ് എന്താ അല്ലേ. പക്ഷേ ഇവിടുത്തെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അവർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു കോട്ടവും തട്ടാതെ, മരങ്ങളൊന്നും അധികം മുറിച്ച് മാറ്റാതെ, വിത്തിൻ ദ ലിമിറ്റ്സ് അവർ നേരെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ കുറേ മരങ്ങളൊക്കെ മുറിക്കേണ്ടി വരും. പക്ഷേ ഫോറസ്റ്റിനോട് ബ്ലെൻഡ് ചെയ്ത് തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് വളഞ്ഞും തിരിഞ്ഞും ഒക്കെയാണ് സ്ഥലം പോകുന്നത്. പക്ഷേ അതാണ് അതിൻ്റെ ഭംഗി. ഇത് കണ്ടുപോക്ക്. അത് എത്രത്തോളം ട്രാൻസ്പാരൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ അടിയിലൊക്കെ മീനൊക്കെ പോകുന്നുണ്ട്, വലുതും ചെറുതുമായിട്ടൊക്കെ മീൻ. അത് ഒരു വേവ്സിലൊന്നുമില്ല, വളരെ കാമൻ ക്വയറ്റായിട്ട്, വളരെ സൈലൻ്റായിട്ട് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്. ചെറുതായിട്ട് ശബ്ദമൊക്കെ കേട്ടു തുടങ്ങി ആൾക്കാരുടെ ദൂരെ നിന്ന്. സോ ദേ എൻജോയിങ് ആൻഡ് വി ആർ ഓൾസോ ഗോയിങ് ടു എൻജോയ്. ഇതിനെ ക്രിസ്റ്റൽ പൂൾ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ട്രൂ, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ആൾക്കാരെ കണ്ടു തുടങ്ങി കേട്ടോ. ഇത് അങ്ങനത്തത് കാണുന്നുണ്ട്. യു ആർ ഏബിൾ ടു സീ പീപ്പിൾ. ഗൈസ്, നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് കാണാമോ? ഇപ്പം നമ്മളെവിടെ ഉള്ളതെന്ന് കാണാമോ? ഇറ്റ്സ് എമറാൾഡ് പൂളിലാണുള്ളത്. ഇനി നമ്മൾ ബ്ലൂ കാണാൻ പോവുകയാണ്. ആക്ച്വലി ഇവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയും നേരം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, സൂപ്പർ, നല്ല വൈബ്. ഇത് കണ്ടോ, ഫുൾ ആൾക്കാരാണ്. അപ്പം പറയാനുള്ളത് എമറാൾഡ് പൂളാണ്. ഇവിടെയാണ് നമ്മളുള്ളത്. അപ്പം ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ വാട്ടർ ഭയങ്കര ഇതാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇത് ഗ്രീൻ ഷെയ്ഡാണ്. ഇതാണ് നമ്മൾ പോയത്. മഴ വീണ്ടും തുടങ്ങി. ഒരു ചാറ്റൽ മഴയാണ്. ദാറ്റ്സ് ഗുഡ് ആക്ച്വലി. അപ്പം അത് നല്ലതാണ്. അപ്പോൾ പിന്നെ ഇത് കണ്ടോ, ഈ ഗ്രീൻ വാട്ടറിൽ നിന്ന് നമ്മൾ നേരെ ഇനി പോകുന്നത് ബ്ലൂ വാട്ടറിലേക്കാണ്.
അടിപൊളി, ഒന്നും പറയാനില്ല. ഫുൾ വൈബ്. നല്ല 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 ക്രൗഡുണ്ട് ഇവിടെ. ഇവിടെയും മെൻഷൻ ചെയ്തിട്ടുണ്ട്, അവിടെ മെൻഷൻ ഉണ്ട്. ആക്ച്വലി ഇത് കണ്ടോ, ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് വാട്ടർ ഇങ്ങനെ വരികയാണ്. ഇവിടുന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നോ എൻട്രി ബോർഡാണ്. ഇവിടുന്ന് ആൾക്കാർക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഇവിടുന്ന് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതെങ്ങനെയാണെന്നുള്ളത് again it's I don't know how it happens, but it's like in nature has its own wonders. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. നല്ല ഫ്ലോ ഉണ്ട് ആ ഏരിയസിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ പൂളിനെ നിറയ്ക്കുന്നത്. ആക്ച്വലി ഇവിടുന്ന് ആക്ച്വലി വേറെ ചെറിയ ഇത് വഴി അതിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബ്ലൂ പൂളിലേക്ക് പോകാം. Complete view of the pool. Time. അവിടെയൊക്കെ നല്ല മഴ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുൾ മഴയായിട്ടുണ്ട്. താങ്ക് യു. മറ്റേ ബാഗ് എന്ത് ചെയ്യും? അങ്ങോട്ട് കൊണ്ടുപോയോ? ഓക്കെ, നമ്മളിവിടെ ഒന്നും മിസ് ചെയ്തിട്ടില്ലല്ലോ. എന്താണ് അവിടെ ഓൾറെഡി മഴ പെയ്യാൻ തുടങ്ങി. ടൈം എത്രയാണ് ഇവിടെ? ഇല്ല, കുഴപ്പമില്ല. എടാ ഇവരങ്ങോട്ട് പോയോ? അവിടെ കണ്ടല്ലോ ഞാൻ. ഇല്ലല്ലോ, ഇവിടെ തന്നെയാ. ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. എന്തോ മറ്റേ പോകണം? അവർ നമ്മളെ കൂട്ടാതെ പോകത്തില്ല. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഹെവി ഡെൻസ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് ഷർട്ടും ഷോർട്ട്സും ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് വീണ്ടും ഹെവി മഴ വന്ന് എല്ലാം അഴിച്ചു പറിച്ച് കളഞ്ഞു. ഇതിൽ 200 meters എന്ന ബോർഡ് കണ്ടു. നമ്മുടെ എമറാൾഡ് പൂളിൽ നിന്ന് എക്സാക്ട് 800 meters ഈ പറയുന്ന പൂള്. ഒയ്യോ, എന്ത് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ നോക്കിയേ. ഒയ്യോ, വെറുതെ നോക്കിയിരിക്കാൻ തോന്നും അല്ലേ? എന്ത് രസം നോക്കി. അയ്യോ, സൂപ്പർ. നമ്മുടെ സിനിമയിലൊക്കെ ഉള്ള സീൻസ് വേണം. ആമസോൺ കാടുകളെ പോലെ. പാമ്പുകളുണ്ടെന്നാണ് പറഞ്ഞത്. ഡോണ്ട് മേക്ക് ലൗഡ് നോയ്സസ്, ഇറ്റ് മേ ഡിസ്റ്റർബ്. ഡു നോട്ട് വാക്ക് ഔട്ട്. Don't walk into the jungle when it's heavy storm or heavy rain. Not allowed to hunting. Destroy and bring out plants. Not allowed to swim in the blue pool. Okay. എല്ലാവരും കൂടെ നടക്കുക, ശ്രദ്ധിച്ച് നടക്കുക. Now the scene has changed. It's risky too because നേരത്തെ പറഞ്ഞതുപോലെ it's a dense forest. So already warning has been given that there are heavy poisonous reptiles
So we have to be really careful. നമ്മുടെ ആമസോണിൽ പോകുന്ന പോലെ ഉണ്ട്. Now it's turning out to be an adventurous trip. Oh, blue pool. They're breaking a mystery. Nice. As I'm liking it. ലൈഫിൽ എല്ലാം സിമ്പിളായിരുന്നു. കുറച്ചൊക്കെ ഒരു രസം വേണ്ട. ഇത് 100 meters. Just 50 meters. Oh, okay. ശബ്ദമൊക്കെ കേൾക്കുന്നത് ഇവിടെയാ? Nothing. It's about the forest. Tropical rainforest. Tropical rainforest. അപ്പോൾ ഇവിടെ എപ്പോൾ വേണമെങ്കിലും മഴ പ്രതീക്ഷിക്കാം. സൈഡിൽ കൂടെ പോരെ. Is the blue pool nearby? Blue pool? Is the blue pool nearby? No, blue pool. It's right up there. Thank you. Wanna get in your water? Who wants to play in the water? Like to play in the water. പിള്ളേരാകുമ്പം അവരുടേതായ ഫണ്ണുണ്ടാവും. അവരവരുടേതല്ല ലോകത്താണ്. രസമല്ലേ ആ കാലമൊക്കെ. എത്തിപ്പോയല്ലോ ബ്ലൂ പൂൾ. വി ഹാവ് റീച്ച് ഗൈസ്. ബ്ലൂ പൂൾ എത്തി മോനെ. ബ്ലൂ പൂൾ എത്തി. സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ്. വി ആർ നോട്ട് സപ്പോസ് ടു സ്വിം ഹിയർ. ഇവിടെ നീന്താൻ പാടുള്ളതല്ല. സോ യാ, വി ഹാവ് റീച്ച്ഡ് ഫൈനലി ദ ഡെസ്റ്റിനേഷൻ ബ്ലൂ പൂൾ. ഇത് I love this place, man. വേറെ ഒന്നും കൊണ്ടല്ല. The forest is not at all disturbed. വെട്ടിത്തളിച്ച് നശിപ്പിച്ചിട്ടേ ഇല്ല. I can see people there and not much noise too. Swimming. പറഞ്ഞതേ ഉള്ളൂ. See the blue pool now. That's the blue pool. That's the blue pool. And again, that is here. It's surrounded by trees and dense forest. It's only forest over here. See? It says forest. What is mentioned here? Blue pool is a natural spring in the forest. It is the beginning of emerald pool. It begins from here. Produced by the emergence of geothermal heated groundwater. Okay, nice. Water temperature between 30 to 50 Celsius roughly, and around 10 meters and 4-5 meters deep. Okay, hello, I'm back. And നമ്മൾ ബ്ലൂ പൂൾ കണ്ടല്ലോ. ബ്ലൂ പൂൾ കണ്ടതിന് ശേഷം ഒരു 800 meters ഞാൻ പറഞ്ഞല്ലോ. ഇറ്റ്സ് എ സ്റ്റീപ്പ് ഗോയിങ് അപ്പ് ആൻഡ് കമ്മിങ് ഡൗൺ. സ്റ്റീപ്പ് വാക്ക് വേ, പക്ഷേ നൈസാണ്. സോ നൗ വി ആർ റിട്ടേണിങ് ബാക്ക്. ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ഉണ്ട്. സോ ഈ ഒരൊറ്റ ചെക്ക് പോയിന്റിൽ തന്നെ
വി ഹാവ് ക്ലിയർ ക്രിസ്റ്റൽ പൂൾ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലായിരുന്നു ആദ്യത്തെ ഗ്രീൻ പൂൾ. അതിനുശേഷം ഒരു എംബ്രാൾഡ് പൂൾ, അത് ഗ്രീനുമാണ് ബ്ലൂവുമാണ്, ഒരു ഗ്രീനിഷ് ബ്ലൂയിഷ് കളർ. പിന്നെ ബ്ലൂ പൂൾ, നമ്മുടെ സ്വന്തം ബ്ലൂ പൂൾ. ഇതാണ് ആക്ച്വലി ദ ഒറിജിൻ ഓഫ് എംബ്രാൾഡ് പൂൾ. ദെൻ കംസ് ക്രിസ്റ്റൽ പൂൾ. അതിങ്ങനെ ഒരു അത് ഞാൻ പറഞ്ഞല്ലോ സ്റ്റീവ് വാക്ക് വേ ആണ്. അപ്പം ഡെഫിനറ്റ്ലി ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ചെറുതായിട്ട് ഒരു ഡെൻസ് ഫോറസ്റ്റ്, ബട്ട് അഗെയിൻ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലോട്ടാണ് എല്ലാം ഇരിക്കുന്നത്. സോ നടന്ന് താഴേക്ക് ഇറങ്ങി. ഇനിയിപ്പം ഇവിടെ നിന്ന് ഒരു 800 മീറ്റേഴ്സ് ഉണ്ട് വാക്ക് വേ. വന്ന വഴിയല്ല നമ്മൾ തിരിച്ചു പോകുന്നത്. ഒരു 1 കിലോമീറ്റർ ഉണ്ട്, 800 മീറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ 800 മീറ്റേഴ്സ് എടുത്ത് റിട്ടേൺ പോയിട്ട് അവിടെ നിന്ന് ലഞ്ച് ഓൾറെഡി നമ്മുടെ പാക്കേജിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. സോ ആ ലഞ്ചും കൂടെ കഴിച്ചേച്ച് നമ്മൾ ഹോട്ട് സ്പ്രിങ്ങിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല മഴക്കോളുണ്ട്. ലെറ്റ്സ് സി ഹൗ ഇറ്റ് വർക്ക്സ് എന്നിട്ട് നോക്കാം എങ്ങനെ കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാം. ഇത് കുറച്ചുകൂടെ വഴി ഉണ്ടാക്കിയേക്കുന്നതാണ് കാടിൻ്റെ ഉള്ളിൽ കൂടെ. ബട്ട് ദ അതർ വൺ നമ്മൾ പൂളിലേക്ക് പോയ സമയത്തുള്ള വഴി, ദാറ്റ് വാസ് നൈസ്. സോ ബട്ട് അഗൈൻ ഇത് നല്ലതാണ്. ചിലപ്പോൾ മേ ബി ആഫ്റ്റർ ആൻ ഇയർ ഓർ 2 ചിലപ്പം ടാർ ചെയ്യാം. മേ ബി ഇൻ അനദർ 6 months ടാർ ചെയ്തേക്കാം. എനിവേ ഇനിയിപ്പം ഓൾറെഡി നമ്മുടെ വിസ ഫ്രീ ആക്കിയിട്ടുണ്ടല്ലോ തായ്ലൻഡിലേക്ക്. അപ്പോൾ ഇനിയും ഡെഫിനറ്റ്ലി ഇന്ത്യൻസും ചൈനീസും ഒക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് തന്നെ അവരെല്ലാം കൂടെ വരാം. വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാവും. അപ്പം എനിക്ക് ഷുവറാണ് ഇവിടെ റോഡും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ അൺഇൻവൈറ്റഡ് ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രോക്കഡൈലാണ്. ആലിഗേറ്റർ ക്രോക്കഡൈൽ, ഏത് വേർഷനാണെന്ന് എനിക്കറിയില്ല. എനിവേ ദാറ്റ് സ്മോൾ ക്രോക്കഡൈൽ, പ്രോബ്ലി ആലിഗേറ്റർ. ദാറ്റ്സ് വാട്ട് വി ഹാവ് സീൻ. സോ അത് കൊള്ളാം. അതങ്ങനെ കഴിഞ്ഞ സ്ഥിതിക്ക് അത് കണ്ടു. അതിൻ്റെ വഴിക്കങ്ങ് പോയി. ഞങ്ങളുടെ വഴിക്കും പോയി. കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് ഭംഗിയായി. ഓക്കെ, അപ്പോൾ ഇനി കാണാം. ഇതിങ്ങനെ നീണ്ടു വരുന്ന കളഞ്ഞ അങ്ങനെ ബ്ലൂ പൂൾ, എംബ്രാൾഡ് പൂൾ, ക്രിസ്റ്റൽ പൂൾ കഴിഞ്ഞ് പോകുമ്പോൾ ഓക്കെ, വെരി ഗുഡ് ട്രിപ്പ് അല്ലേ? നല്ല ട്രിപ്പ് കഴിഞ്ഞു. വാ, ഇവിടെ തന്നെ ഇരിക്കാൻ കുറേ സമയം തോന്നുവേ. അത്രയ്ക്ക് നല്ലതാണ്. സൂപ്പറായിരുന്നു. എംബ്രാൾഡ് പൂൾ ആണെങ്കിലും ശരി, എല്ലാം ആണെങ്കിലും ശരി.